Structural Adjustment Programs or SAPs. Structural adjustment is the name given to a set of free market economic policy reform imposed on developing countries by the World Bank and International Monetary Fund as a condition for receipts of loan. അതായത് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് IMFൻ്റെയും വേൾഡ് ബാങ്കിൻ്റെയും ഒരു പോളിസിയാണ്. IMFൻ്റെയോ വേൾഡ് ബാങ്കിലേക്കോ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് തേടി വരുന്ന ഡെവലപ്പിംഗ് ഓർ അണ്ടർ ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ മേൽ ഇമ്പോസ് ചെയ്യാനായിട്ടുള്ള ഒരു കൂട്ടം പോളിസീസാണ്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഫ്രീ മാർക്കറ്റ് എക്കണോമിക് പോളിസീസിനെയാണ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അതായത് ഈ പോളിസി എയിം ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ എക്കോണമീസിൻ്റെ ഡെവലപ്മെൻറ്റാണ്. IMFും വേൾഡ് ബാങ്കും പറയുന്ന കുറേ കണ്ടീഷൻസിലൂടെ, കുറേ ലിബറലൈസ്ഡ് പോളിസീസിലൂടെ, പ്രൈവറ്റൈസേഷനിലൂടെ, ഗ്ലോബലൈസേഷനിലൂടെ ഒക്കെ എക്കോണമിയെ ലോങ് ടേം ഡെവലപ്മെൻറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി IMFും വേൾഡ് ബാങ്കും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള കുറേ സെറ്റ് ഓഫ് ഫ്രീ മാർക്കറ്റ് എക്കണോമിക് പോളിസീസിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ SAPs എന്ന് പറയുക. SAP's policies reflects the neoliberal ideology that drives globalization. It aims to achieve long-term or accelerated economic growth in poorer countries by restructuring the economy and reducing government intervention. So, ഇത് പ്രധാനമായിട്ടും എയിം ചെയ്യുന്നത് എന്താണ്? എക്കോണമിയെ റീസ്ട്രക്ചർ ചെയ്യുക, ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസ് കുറച്ചിട്ട് കൂടുതലും പ്രൈവറ്റൈസേഷൻ, പ്രൈവറ്റ് എൻ്റർപ്രണേഴ്സിൻ്റെ സഹായത്തോടു കൂടി എക്കോണമിയിൽ മാക്സിമം ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളതും, അതോടൊപ്പം തന്നെ എക്കോണമിയെ റീസ്ട്രക്ചർ ചെയ്യുക, ലൈസൻസിങ്ങും കോട്ടാസും ടാരിഫും ഒക്കെ എടുത്ത് മാറ്റിയിട്ട് എക്കോണമിയെ ലിബറലൈസ് ചെയ്യുക, അതിലൂടെ എക്കോണമിയിൽ ഒരു പുതിയ സ്ട്രക്ചർ കൊണ്ടുവരിക എന്നുള്ളതും ഈ ഒരു പോളിസിയുടെ പ്രധാനപ്പെട്ട എയിമാണ്. It also designed to improve a country's foreign investment climate by eliminating trade and investment regulations. അതുവരെ ട്രേഡിലെയും ഇൻവെസ്റ്റ്മെൻറ്റിലും മേലുണ്ടായിരുന്ന റെഗുലേഷൻസ് ഒക്കെ മാറ്റി ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റ്, ഒരു എന്താണ് ആ ഒരു കൺട്രിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റ് കൊണ്ടുവരിക എന്നുള്ളതും ഈ ഒരു പോളിസിയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് വേൾഡ് ബാങ്കിൻ്റെയും ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെയും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റായിരുന്നു. സോ ഇറ്റ് വാസ് imposed on developing countries by World Bank and International Monetary Fund as a condition for receipts of loan. So it was a set of free market economic policy reforms. Okay. Features of structural adjustment program. ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സിൽ ചേഞ്ച് ഉണ്ടാകും. ഓരോ കൺട്രി അനുസരിച്ചിരിക്കും ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. എന്നാലും ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഇറ്റ്സ് എ ഷിഫ്റ്റ് ഫ്രം ഫുഡ് ക്രോപ്സ് പ്രൊഡക്ഷൻ ടു സ്പെഷ്യലൈസേഷൻ ഇൻ ദ ക്യാഷ് ക്രോപ്സ് പ്രൊഡക്ഷൻ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു SAPയുടെ ഫീച്ചർ എന്ന് പറയുന്നത്, അതുവരെ എക്കോണമീസ് എല്ലാം മെയിനായിട്ടും എയിം ചെയ്തിരുന്നത് ഡൊമസ്റ്റിക് കൺസംഷന് വേണ്ടിയുള്ള ഫുഡ് ക്രോപ്സിൻ്റെ പ്രൊഡക്ഷനായിരുന്നു. SAPs പറഞ്ഞത് എന്താണ്? അതിൻ്റെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫുഡ് ക്രോപ്സിൻ്റെ പ്രൊഡക്ഷൻ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് എക്സ്പോർട്ടിലേക്ക് പോകുന്ന തരത്തിലുള്ള ക്യാഷ് ക്രോപ്സിൻ്റെ പ്രൊഡക്ഷനെ സ്പെഷ്യലൈസ് ചെയ്യുക. ക്യാഷ് ക്രോപ്സ് ലൈക്ക് റബ്ബർ, കോട്ടൺ, കോഫി, കോപ്പർ, ടിൻ എക്സെട്ര, ഇത്തരത്തിലുള്ള പ്രൊഡക്ഷനെ കൂടുതലായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് അതിൻ്റെ എക്സ്പോർട്ടിലൂടെ എക്കോണമിയിൽ ഒരു ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളത് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചറായിരുന്നു. ദെൻ അബോളിഷിംഗ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ സബ്സിഡീസ് ടു റെഡ്യൂസ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഫുഡിന്മേലും അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിന്മേലുമുള്ള സബ്സിഡീസ് എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ അബോളിഷ് ചെയ്യുക എന്നുള്ളതായിരുന്നു. നെക്സ്റ്റ് വൺ കറൻസി ഡീവാലുവേഷൻ മെഷേഴ്സ്. ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മുടെ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസർ ഗുഡ്സിൻ്റെ വാല്യൂ ഒക്കെ കുറയ്ക്കാനായിട്ട് മറ്റും കറൻസിയെ ഡീവാല്യൂ ചെയ്യുക എന്നുള്ളതും മറ്റൊരു മെഷറായിരുന്നു. ദെൻ ലിബറലൈസേഷൻ ഓഫ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ടു അട്രാക്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള ട്രേഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ലിബറലൈസേഷൻ പോളിസിയും ഹൈ ഇൻട്രസ്റ്റ് റേറ്റും മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചറായിരുന്നു SAPസിൻ്റെത്. ദെൻ ലാസ്റ്റ് വൺ പ്രൈവറ്റൈസേഷൻ ഓഫ് ഗവൺമെൻറ് ഹെൽഡ് എൻ്റർപ്രൈസസ്. ഗവൺമെൻറ് ഹെൽഡ് എൻ്റർപ്രൈസസിനെ ഗവൺമെൻറ് കീഴിൽ ലാഭമില്ലാതെ നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പല എൻ്റർപ്രൈസസുകളെയും പ്രൈവറ്റൈസേഷൻ ചെയ്യുക എന്നുള്ളതും ഈ SAPസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചറായിരുന്നു. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് SAPs.
Next, we are going to discuss with new economic policy in India 1991. അപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നൊരു പ്രധാനപ്പെട്ട പോളിസിയാണ് അല്ലെങ്കിൽ റിഫോമാണ് 1991 ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറയുന്നത്. 1990s ഇന്ത്യയിൽ ഒരുപാട് എക്കണോമിക് ക്രൈസിസുകൾ നേരിട്ടൊരു കാലഘട്ടമാണ്. ആ ടൈമിൽ നമ്മുടെ ഇന്ത്യയും IMFനെയും വേൾഡ് ബാങ്കിനെയും ഫിനാൻഷ്യൽ അസിസ്റ്റൻസിന് വേണ്ടി സമീപിച്ചു. അപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് വേൾഡ് ബാങ്കും IMFും ഇന്ത്യയോട് ആവശ്യപ്പെടുകയും അതിൻ്റെ റിസൾട്ടായിട്ട് ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്ത ഒരു പോളിസിയാണ് ന്യൂ എക്കണോമിക് പോളിസി ഇൻ ഇന്ത്യ 1991 എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ എക്കണോമിക് പോളിസിയുടെ ബാക്ക്ഗ്രൗണ്ടും കമ്പോണൻസും ഒക്കെ നോക്കാം. ഓക്കെ, firstly we are going to discuss with the different backgrounds of new economic policy in 1991. In 1991, India faced an unpredictable balance of payment crisis. For almost a decade, the government had borrowed heavily to support an economic strategy that relied on expansionary public spending to finance growth. അപ്പോൾ 1991 ഇന്ത്യ ഫേസ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ് ആയിരുന്നു. ഇന്ത്യയിൽ ആ ടൈമിൽ 3 weeks ട്രേഡ് നടത്താനുള്ളൊരു ഫിനാൻസ് മാത്രമേ നമ്മുടെ എക്കോണമിയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. ഈ ഒരു സിറ്റുവേഷനിലാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്, IMFനെയും വേൾഡ് ബാങ്കിനെയും ഫിനാൻഷ്യൽ അസിസ്റ്റൻസിന് വേണ്ടി സമീപിക്കുന്നതും സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് വേൾഡ് ബാങ്കും IMFും ആവശ്യപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, ഡൊമസ്റ്റിക് പബ്ലിക് ഡെപ്റ്റ്. From 1980 to 1991, India's domestic public debt increased steadily from 36% to 56%. അപ്പോൾ 1980-1991 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പബ്ലിക് ഡെപ്റ്റ്, ഡൊമസ്റ്റിക് പബ്ലിക് ഡെപ്റ്റ് 36% നിന്നും 56% ആയിട്ട് ഇൻക്രീസ് ചെയ്തു എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ്. ദെൻ നെക്സ്റ്റ് വൺ, ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആൻഡ് റവന്യൂ ഡെഫിസിറ്റ്. ഇന്ത്യയുടെ ഡൊമസ്റ്റിക് പബ്ലിക് ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്തതുപോലെ തന്നെ ഫിസ്ക്കൽ ഡെഫിസിറ്റും റവന്യൂ ഡെഫിസിറ്റും ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ബാക്ക്ഗ്രൗണ്ടാണ്. ഫോർത്ത് വൺ, പൊളിറ്റിക്കൽ ചേഞ്ചസ്. ഇന്ത്യയുടെ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഇടയിലുണ്ടായ അൺറെസ്റ്റും പൊളിറ്റിക്കൽ ചേഞ്ചസും മറ്റൊരു പ്രധാനപ്പെട്ട ബാക്ക്ഗ്രൗണ്ടാണ് ഈ എക്കണോമിക് റിഫോമിന്. ദെൻ ലാസ്റ്റ് വൺ, പേർഷ്യൻ ഗൾഫ് ക്രൈസിസ് ആണ്. 1990 പേർഷ്യൻ ഗൾഫ് ക്രൈസിസ് കൊണ്ടുണ്ടായിട്ടുള്ള ഓയിൽ പ്രൈസിൻ്റെ ഇൻക്രീസും മറ്റും, അതോടൊപ്പം തന്നെ ഇമ്പോർട്ടിലും ഫോറിൻ എക്സ്ചേഞ്ച് ഏണിങ്സിലും ഉണ്ടായ കുറവുകളും ഒക്കെയും തന്നെ നമ്മുടെ ഇന്ത്യയെ എക്കണോമിക്കലി ഭയങ്കരമായിട്ട് തകർക്കുന്നൊരു സിറ്റുവേഷനിലേക്ക് വരികയും ഇന്ത്യ വേൾഡ് ബാങ്കിനെയും IMFനെയും സമീപിക്കുകയും അപ്പോൾ അവർ എന്താണ് നമ്മുടെ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറയുകയും അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ന്യൂ എക്കണോമിക് പോളിസി 1991 ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്തു. Let us discuss the main characteristics of new economic policy in 1991. Phase 1, delicensing. Only 6 industries were kept under licensing scheme. Delicensing അനുസരിച്ച് എല്ലാ ഇൻഡസ്ട്രീസിൻ്റെ മേലും ഉണ്ടായിരുന്ന ലൈസൻസിങ് എന്ന് പറയുന്ന സ്കീം എടുത്തു മാറ്റുകയും ആകെ 6 ഇൻഡസ്ട്രീസിൻ്റെ മേലിൽ മാത്രം ലൈസൻസിങ് സ്കീം നിലനിർത്തുകയും ചെയ്തു. സെക്കൻഡ് വൺ, എൻട്രി ടു പ്രൈവറ്റ് സെക്ടർ. അതുവരെ ഉണ്ടായിരുന്ന പബ്ലിക് സെക്ടേഴ്സിൻ്റെ റോൾ എടുത്ത് കളഞ്ഞുകൊണ്ട് പ്രൈവറ്റ് സെക്ടേഴ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒന്നാണ് ന്യൂ എക്കണോമിക് പോളിസിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ദ റോൾ ഓഫ് പബ്ലിക് സെക്ടർ വാസ് ലിമിറ്റഡ് ഓൺലി 4 industries. Then rest all the industries were open for private sector also. Third one, disinvestment. Disinvestment was carried out in many public sector and enterprises. Disinvestment എന്ന് പറഞ്ഞാൽ പബ്ലിക് സെക്ടറിൻ്റെ കീഴിലുള്ള എൻ്റർപ്രൈസസുകളെ പ്രൈവറ്റ് സെക്ടറിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ അത് മറ്റൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ന്യൂ എക്കണോമിക് പോളിസിയുടേത്. ദെൻ ഫോർത്ത് വൺ, ലിബറലൈസേഷൻ ഓഫ് ഫോറിൻ പോളിസി. The limit of foreign equity was raised to 100% in many activities. NRI and foreign investors were permitted to invest in Indian companies. അപ്പോൾ ഇന്ത്യൻ കമ്പനീസിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ 100% വെൽക്കം ചെയ്യുന്ന ഒരു പോളിസിയാണ് ലിബറലൈസേഷൻ ഓഫ് ഫോറിൻ പോളിസി എന്ന് പറയുന്നത്. ഇത് ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ന്യൂ എക്കണോമിക് പോളിസിയുടേത്. ഇതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് ഒരുപാട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വരികയും പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിന് പകരം പ്രൈവറ്റ് സെക്ടേഴ്സിന് കൂടുതൽ വികസനം ഉണ്ടാവുകയും അതിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ എക്കോണമിക്ക് ഒരുപാട് ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഉണ്ടാവുകയും ചെയ്തു. ദെൻ ലിബറലൈസേഷൻ ഇൻ ടെക്നിക്കൽ ഏരിയ. Automatic permission was given to Indian companies for signing technology agreement with foreign companies. നമ്മുടെ ഇന്ത്യൻ കമ്പനീസിന് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഫോറിൻ കമ്പനീസുമായിട്ട് ടെക്നോളജിക്കലി ഉള്ള എഗ്രിമെൻറ്റ്
വെക്കാനുള്ള മറ്റൊരു പെർമിഷനും ഈ ഒരു ന്യൂ എക്കണോമിക് പോളിസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ദെൻ സെറ്റിംഗ് അപ്പ് ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ് FIPB. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡിൻ്റെ സെറ്റിംഗ് അപ്പ് എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ദിസ് ബോർഡ് വാസ് സെറ്റപ്പ് ടു പ്രൊമോട്ട് ആൻഡ് ബ്രിങ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലേക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് FIPB പ്രവർത്തിക്കുന്നത്. Then last one, setting up of small scale industries. Various benefits were offered to small scale industries. നമ്മുടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ സെറ്റിംഗ് അപ്പ് ഒരുപാട് കുഞ്ഞു മേഖലകളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വികസനം കൊണ്ടുവരുന്നതിനും അതിൽ നിന്നും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി സ്റ്റാർട്ട് ചെയ്യുന്നതിനുമൊക്കെ വേണ്ടിയായിട്ട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റും ഈ ഒരു എക്കണോമിക് പോളിസിയുടെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി 1991. Delicensing, entry to private sector, disinvestment, liberalization of foreign policy, liberalization in technical area, setting up of foreign investment promotion board, and setting up of small scale industries. Next we are move on to the important area of this session, 3 major components or elements of new economic policy. There are 3 major components or elements of new economic policy such as liberalization, privatization and globalization. അപ്പോൾ നമ്മുടെ ന്യൂ എക്കണോമിക് പോളിസിക്ക് പ്രധാനമായിട്ടും 3 കമ്പോണൻറ്റ്സ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് ആണുള്ളത്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. നമുക്കിനി ഓരോ കമ്പോണൻറ്റ്സും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. Liberalization refers to the end of license, quota and many more restrictions and controls which were put on industries before 1991. അപ്പോൾ ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡ് ഓഫ് ലൈസൻസ് ആൻഡ് കോട്ട ആൻഡ് മെനി മോർ റെസ്ട്രിക്ഷൻസ്. നമ്മുടെ ഇൻഡസ്ട്രീസിൻ്റെ മേലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഫേംസിൻ്റെ മേലുണ്ടായിരുന്ന ലൈസൻസിങ്ങും കോട്ടയും അതുപോലുള്ള റെസ്ട്രിക്ഷൻസും ഒക്കെ എടുത്തു മാറ്റി അല്ലെങ്കിൽ അതിനൊരു അവസാനം കൊണ്ടുവന്ന ഒരു മെഷറാണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. Liberalization is the process or means of elimination of the control of the state over economic activities. അതോടൊപ്പം തന്നെ സ്റ്റേറ്റിൻ്റെ കൺട്രോൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ എല്ലാ ആക്ടിവിറ്റീസിനും, അതായത് നമ്മുടെ ഇൻഡസ്ട്രീസിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും കാര്യത്തിലുള്ള സ്റ്റേറ്റിൻ്റെ കൺട്രോൾ എടുത്ത് മാറ്റുന്നതും മറ്റൊരു പ്രധാനപ്പെട്ട ലിബറലൈസേഷൻ മെഷറാണ്. Then also liberalization provides greater autonomy to the business enterprises in decision making and eliminates the government interference. ഗവൺമെൻറ് ഇൻ്റർഫിയറൻസ് ഇല്ലാതെ ബിസിനസ് എൻ്റർപ്രൈസസിന് ഡിസിഷൻ മേക്കിങ്ങിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനും അവർക്ക് ആവശ്യമുള്ള തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ലിബറലൈസേഷൻ പോളിസീസ് പ്രൊവൈഡ് ചെയ്തത്. സോ ലിബറലൈസേഷൻ ഈസ് ദ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി 1991. ഫീച്ചേഴ്സ് ഓഫ് ലിബറലൈസേഷൻ. അപ്പോൾ നമുക്കിനി ലിബറലൈസേഷൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, അബോളിഷൻ ഓഫ് ലൈസൻസ് എക്സെപ്റ്റ് ഇൻ ഫ്യൂ. അപ്പോൾ ലൈസൻസ് അബോളിഷനാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ലിബറലൈസേഷൻ പോളിസിയുടേത്. അതിനകത്ത് കുറച്ച് ഇൻഡസ്ട്രീസിൻ്റെ മേൽ മാത്രം അല്ലെങ്കിൽ കുറച്ച് കമ്പനീസിൻ്റെ മേൽ മാത്രം ലൈസൻസ് നിലനിർത്തിയിട്ട് ബാക്കി എല്ലാ കമ്പനീസിൻ്റെ മേലുമുള്ള ലൈസൻസ് അബോളിഷ് ചെയ്തുകൊണ്ടുള്ള ഒരു പോളിസി ആയിരുന്നു ലിബറലൈസേഷൻ പോളിസി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് എല്ലാ കമ്പനികൾക്കും ഒരു ഫ്രീ അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായി എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് വൺ, നോ റെസ്ട്രിക്ഷൻ ഓൺ എക്സ്പാൻഷൻ ഓൺ കോൺട്രാക്ഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. ബിസിനസ് ആക്ടിവിറ്റീസിൻ്റെ മേൽ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ വർക്കിന്മേൽ അവർക്ക് എന്തുമാത്രം എക്സ്പാൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ അത്രത്തോളം എക്സ്പാൻഡ് ചെയ്യാനും അവർക്ക് എത്രത്തോളം കോൺട്രാക്ഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ അത്രത്തോളം കോൺട്രാക്ഷൻ നടത്താനും ഒക്കെ അവർക്ക് തന്നെ അവകാശം കൊടുത്തുകൊണ്ടുള്ളൊരു നിയമമായിരുന്നു അല്ലെങ്കിൽ ഒരു പോളിസി ആയിരുന്നു ലിബറലൈസേഷൻ പോളിസി എന്ന് പറയുന്നത്. അവരുടെ ഒരു ബിസിനസ് ആക്ടിവിറ്റീസ് അവർക്ക് എക്സ്പാൻഡ് ചെയ്യാനും കോൺട്രാക്ഷൻ ചെയ്യാനും ഒക്കെ ഒരു റെസ്ട്രിക്ഷനും ഈ ഒരു പോളിസി വെച്ചിട്ടുണ്ടായിരുന്നില്ല. തേർഡ് വൺ, ഫ്രീഡം ഇൻ ഫിക്സിംഗ് പ്രൈസസ്. ഈ കമ്പനി അവരുടെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകൾ മേൽ അവർക്കിഷ്ടമുള്ള പ്രൈസസ് ഫിക്സ് ചെയ്യാനുള്ള ഒരു ഫ്രീഡവും ഈ ഒരു ലിബറലൈസേഷൻ പോളിസിയിലൂടെ ലഭിച്ചു. ദെൻ ഫോർത്ത് വൺ, ലിബറലൈസേഷൻ ഇൻ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്. ടാരിഫും കോട്ടയും ഒക്കെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അബോളിഷ് ചെയ്തുകൊണ്ട് ഇമ്പോർട്ടും എക്സ്പോർട്ടും മാക്സിമം ലിബറലൈസ് ചെയ്യുന്ന പോളിസിയാണ് ഈ ഒരു ലിബറലൈസേഷൻ പോളിസിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ, ഈസി ആൻഡ് സിംപ്ലിഫൈങ് ദ പ്രൊസീജിയർ ടു അട്രാക്ട് ഫോറിൻ ക്യാപിറ്റൽ ഇൻ ഇന്ത്യ. ഇന്ത്യയിലേക്ക് ഫോറിൻ ക്യാപിറ്റൽ അട്രാക്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ ഇന്ത്യയിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട്
ഇവിടെയുള്ള പ്രൊസീജിയേഴ്സൊക്കെ സിംപ്ലിഫൈ ചെയ്ത് കൊടുത്തു, അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആക്കി കൊടുക്കുന്ന ഒരു പോളിസി ആയിരുന്നു ലിബറലൈസേഷൻ പോളിസി എന്ന് പറയുന്നത്. അതിൻ്റെ ഫലമായിട്ട് ധാരാളം ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ ഉണ്ടാവുകയും അതിൽ നിന്നുകൊണ്ട് ഇന്ത്യക്ക് ഒരു വലിയൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ദെൻ 6.1 ഫ്രീഡം ഇൻ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സിൻ്റെ മാത്രമല്ല സർവീസസിൻ്റെ കാര്യത്തിലും ഒരു മൂവ്മെൻറ്റിൽ ഫ്രീഡം കൊടുത്തു. അതോടൊപ്പം തന്നെ ഗുഡ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല സർവീസസിൻ്റെ കാര്യത്തിലും പ്രൈസസ് ഫിക്സ് ചെയ്യാനുള്ള അവകാശം എൻ്റർപ്രണേഴ്സിന് തന്നെ കൊടുത്തുകൊണ്ടുള്ള ഒരു പോളിസി ആയിരുന്നു ലിബറലൈസേഷൻ പോളിസി എന്ന് പറയുന്നത്. സോ ഇന്ത്യൻ കമ്പനീസ് ഗോട്ട് ലിബറലൈസ്ഡ് ഇൻ ദീസ് വേയ്സ്. അപ്പോൾ ഈ ഒരു മെത്തേഡ്സിലൂടെയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പോളിസി അഡോപ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ കമ്പനീസ് എല്ലാം ലിബറലൈസ്ഡ് ആയത്. ഓക്കെ. Second major component of new economic policy is privatization. Privatization refers to giving greater role to private sector and reducing the role of public sector. It means transfer of ownership, management and control of public sector enterprises to the private sector. It is the process in which a publicly traded company is taken over by a few people. അപ്പോൾ നമ്മുടെ ന്യൂ എക്കണോമിക് പോളിസിയുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. പ്രൈവറ്റൈസേഷൻ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ റെഡ്യൂസിങ് ദ റോൾ ഓഫ് പബ്ലിക് സെക്ടർ. പബ്ലിക് സെക്ടറിൻ്റെ റോൾ റെഡ്യൂസ് ചെയ്തിട്ട് പകരം പ്രൈവറ്റ് സെക്ടേഴ്സിന് കൂടുതൽ റോൾ കൊടുക്കുന്ന ഒരു പോളിസി ആയിരുന്നു പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് പബ്ലിക്കലി ഉള്ള ഓണർഷിപ്പും മാനേജ്മെൻറ്റും കൺട്രോളും ഒക്കെ, അല്ലെങ്കിൽ പബ്ലിക് സെക്ടേഴ്സിനുണ്ടായിരിക്കേണ്ട ഓണർഷിപ്പും മാനേജ്മെൻറ്റും കൺട്രോളും ഒക്കെ പ്രൈവറ്റ് സെക്ടേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സായിരുന്നു ഇത്. ദെൻ ഇറ്റ് ഈസ് ഓൾസോ ദ പ്രോസസ് ഓഫ് പബ്ലിക്കലി ട്രേഡഡ് കമ്പനി ഈസ് ടേക്കൺ ഓവർ ബൈ എ ഫ്യൂ പീപ്പിൾ. പബ്ലിക്കലി ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പബ്ലിക് എൻ്റർപ്രൈസസിൻ്റെ കീഴിലുള്ള പല കമ്പനീസും പ്രൈവറ്റ് എൻ്റർപ്രണേഴ്സിൻ്റെ കീഴിലേക്ക് പോകുന്ന ഒരു കാഴ്ചയെ നമുക്ക് ഈ ഒരു പ്രോസസ്സിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലിബറലൈസേഷൻ പോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്ന, ഒരുപാട് ഡെവലപ്മെൻറ്റിന് ഉതകുന്ന തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോളിസി ആയിരുന്നു പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. So privatization means such an economic process through which some public sector undertakings is brought either partially or completely under private ownership. So let us discuss with the features of privatization. First one, reducing the role of public sector and increasing the role of private sector. അപ്പോൾ പ്രൈവറ്റൈസേഷൻ പ്രോസസ്സിൻ്റെ ഫലമായിട്ട് പബ്ലിക് സെക്ടേഴ്സിൻ്റെ റോൾ കുറയുകയും പകരം പ്രൈവറ്റ് സെക്ടേഴ്സിൻ്റെ റോൾ ഉണ്ടാവുകയും ചെയ്തു. സെക്കൻഡ് വൺ, റെഡ്യൂസിങ് ഫിസ്ക്കൽ ബർഡൻ ഓഫ് ദ ഗവൺമെൻറ്. പ്രൈവറ്റ് സെക്ടേഴ്സ്, പ്രൈവറ്റ് എൻ്റർപ്രണേഴ്സിൻ്റെ കീഴിൽ ഒരുപാട് കമ്പനീസ് വന്നപ്പോൾ അതോടൊപ്പം തന്നെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ പബ്ലിക് സെക്ടറിൻ്റെ കീഴിലുണ്ടായിരുന്ന പല കമ്പനീസും എന്ത് ചെയ്തപ്പോൾ നമ്മുടെ പ്രൈവറ്റ് സെക്ടേഴ്സ് ഏറ്റെടുത്തപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു ഫിസ്ക്കൽ ബർഡൻ എന്ത് ചെയ്യാൻ തുടങ്ങി, റെഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. ദെൻ തേർഡ് വൺ, റെഡ്യൂസിങ് ദ സൈസ് ഓഫ് ഗവൺമെൻറ് മെഷീനറി. പ്രൈവറ്റ് എൻ്റർപ്രണേഴ്സ് കൂടിയപ്പോൾ ഗവൺമെൻറ് മെഷീനറിയുടെ സൈസും റെഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. ദെൻ സ്പീഡിങ് അപ്പ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അതുവരെ ഉണ്ടായിരുന്ന മന്ദഗതിയിൽ പോയിക്കൊണ്ടിരുന്ന നമ്മുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് സ്പീഡപ്പ് ആവാൻ തുടങ്ങി. ദെൻ ഇംപ്രൂവിങ് മാനേജ്മെൻറ്റ് ഓഫ് എൻ്റർപ്രൈസസ്. പബ്ലിക് സെക്ടേഴ്സ് വന്നപ്പോൾ കോമ്പറ്റീഷനും മറ്റും കൂടിയപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഓരോ മാനേജ്മെൻറ്റും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാവാൻ ശ്രമിച്ചപ്പോൾ അവരുടെ ക്വാളിറ്റി അല്ലെങ്കിൽ അവിടെ മാനേജ്മെൻറ്റ് സ്റ്റൈലൊക്കെ ഇമ്പ്രൂവ് ചെയ്തു. പിന്നെ അതോടൊപ്പം തന്നെ ഇൻക്രീസ് ഇൻ ഗവൺമെൻറ് ട്രഷറി. ഗവൺമെൻറ് ട്രഷറീസ് കൂടുതലാകാൻ തുടങ്ങി. അതോടൊപ്പം ഇൻക്രീസ് കോമ്പറ്റീഷൻ ബൈ ഓപ്പണിംഗ് ഇൻഡസ്ട്രീസ് റിസർവ്ഡ് ഫോർ ദ പബ്ലിക് സെക്ടർ ടു ദ പ്രൈവറ്റ് സെക്ടർ. കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്തു. കൂടുതൽ ഇൻഡസ്ട്രീസ് പബ്ലിക് സെക്ടറിൽ നിന്നും പ്രൈവറ്റ് സെക്ടേഴ്സിലേക്ക് വന്നു തുടങ്ങിയപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി, കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് കൂടാനായിട്ട് തുടങ്ങി. ഇതിന് ഫലമായിട്ട് ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സുകളും അതോടൊപ്പം തന്നെ ദ്രുതഗതിയിലുള്ളൊരു വികസനവുമൊക്കെ നമ്മുടെ എക്കോണമിയിൽ കാണാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്രധാനപ്പെട്ട പോളിസി തന്നെയായിരുന്നു. ന്യൂ എക്കണോമിക് പോളിസിയുടെ ഫലമായിട്ട് 1991 ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്തത്. ഇതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. ബോർഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ BIFR ഇത് സെറ്റപ്പ് ചെയ്തതും ഈ ഒരു നമ്മുടെ ഒരു പ്രൈവറ്റൈസേഷൻ്റെ ഫലമായിട്ടാണ്. അതോടൊപ്പം തന്നെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരുപാട് പബ്ലിക് സെക്ടേഴ്സിൽ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവുകയും അവ എന്ത് ചെയ്തു, പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിൽ നിന്നും പ്രൈവറ്റ് സെക്ടേഴ്സിൽ ട്രാൻസ്ഫർ ചെയ്തതുമൊക്കെ നമ്മുടെ ഈ ഒരു പ്രൈവറ്റൈസേഷൻ പോളിസിയുടെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ എന്താണ്, 51% കൂടുതൽ ഷെയറുള്ള കമ്പനീസിനെ മാത്രമേ നമുക്ക് ഒരു പ്രൈവറ്റ് സെക്ടറിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന 51% കൂടുതൽ ഷെയറും ആ ഒരു കമ്പനിയിലാണെങ്കിൽ മാത്രമേ നമുക്ക് അവയെ പ്രൈവറ്റ് സെക്ടർ കമ്പനീസ് എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കമ്പനീസിൻ്റെ എണ്ണം പ്രൈവറ്റൈസേഷൻ പ്രോസസ്സ് കാരണം കൂടിക്കൊണ്ടേയിരുന്നു.
So these are the important features of privatization. Most important component of new economic policy is globalization. Globalization refers to the integration of various economies of world. ലിബറലൈസേഷനേക്കാൾ പ്രൈവറ്റൈസേഷനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള, കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു പോളിസി ആയിരുന്നു ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റഗ്രേഷൻ ഓഫ് വേരിയസ് എക്കോണമീസ് ഓഫ് വേൾഡ് എക്കോണമി, അല്ലെങ്കിൽ വേൾഡിലുള്ള പല കൺട്രീസിൻ്റെയും എക്കോണമീസിൻ്റെ ഇൻ്റഗ്രേഷൻ. ദാറ്റ് മീൻസ് നമുക്കൊരു ഡൊമസ്റ്റിക്കലി വേൾഡ് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്ന എന്ത് സാധനങ്ങളും എന്ത് ഗുഡ്സ് ആകട്ടെ, എന്ത് സർവീസ് ആകട്ടെ, അത് നമുക്ക് നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ അതേ ക്വാളിറ്റിയിൽ അതേ റേറ്റിൽ അവൈലബിൾ ആകുന്ന ഒരു പോളിസി ആയിരുന്നു നമ്മുടെ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് വേൾഡ് മാർക്കറ്റിൻ്റെ ആ ഒരു കോമ്പറ്റീഷനോട് ഉതകുന്ന തരത്തിൽ, ആ ഒരു കോമ്പറ്റീഷനോട് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിനെ വളർത്തിക്കൊണ്ടുവരിക, അല്ലെങ്കിൽ ഉയർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി IMF, വേൾഡ് ബാങ്ക് കൊണ്ടുവന്നൊരു പ്രധാനപ്പെട്ട പോളിസി ആയിരുന്നു ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഈ പ്രൈവറ്റൈസേഷനേക്കാൾ കൂടുതൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞൊരു പോളിസി ആയിരുന്നു ഗ്ലോബലൈസേഷൻ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻ്റഗ്രേഷൻ എമംഗ് പീപ്പിൾ, കമ്പനീസ് ആൻഡ് ഗവൺമെൻറ്. ഈ ഒരു പോളിസീസിയുടെ ഫലമായിട്ട് വേൾഡിലെ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ തന്നെ എല്ലാ കമ്പനീസും ഗവൺമെൻറ്റും ഒക്കെ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനും ഇൻ്റഗ്രേഷനും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. ദെൻ ഇറ്റ് ഓൾസോ റെഫേഴ്സ് ടു ദ ഇൻ്റഗ്രേഷൻ ഓഫ് മാർക്കറ്റ് ഇൻ ദ ഗ്ലോബൽ എക്കോണമി ലീഡിങ് ടു ദ ഇൻക്രീസ്ഡ് ഇൻ്റർകണക്റ്റഡ്നെസ് ഓഫ് നേഷണൽ എക്കോണമീസ്. അപ്പോൾ നമ്മുടെ ഈ നേഷൻസിൻ്റെ എക്കോണമീസ് തമ്മിലുള്ള ഇൻ്റർ കണക്ഷൻ വഴിയായിട്ട് നമുക്ക് എന്താണ് ഒരു ഇൻ്റഗ്രേഷൻ, മാർക്കറ്റ് ഗ്ലോബൽ എക്കോണമിയുടെ ഒരു ഇൻ്റഗ്രേഷനാണ് നമുക്ക് ഈ ഒരു പ്രോസസ്സിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത്. ദെൻ ഇറ്റ് ഈസ് ദ സ്പ്രെഡ് ഓഫ് പ്രോഡക്റ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ടെക്നോളജി അക്രോസ് ദ നാഷണൽ ബോർഡേഴ്സ് ആൻഡ് കൾച്ചേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് പ്രോഡക്ട്സ് മാത്രമല്ല, അതോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റും ടെക്നോളജിയും, അങ്ങനെ എല്ലാ സർവീസസുകളും ഉൾപ്പെടെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഒരു മാർക്കറ്റിൽ നിന്ന് മറ്റൊരു മാർക്കറ്റിലേക്ക് സ്മൂത്തായിട്ട് എന്താണ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതും ഈ ഒരു ഗ്ലോബലൈസേഷൻ പോളിസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ഫീച്ചേഴ്സ് ഓഫ് ഗ്ലോബലൈസേഷൻ. ഫസ്റ്റ് വൺ, ഇമ്പോർട്ട് ലിബറലൈസേഷൻ. ഇമ്പോർട്ട് കൂടുതലായിട്ട് ലിബറലൈസ് ചെയ്തു. സെക്കൻഡ് വൺ, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് ഫെറ വാസ് റീപ്ലേസ്ഡ് ബൈ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് ഫെമ. അപ്പോൾ അതുവരെ ഫോറിൻ എക്സ്ചേഞ്ച് പ്രൊമോട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ട് ആക്ട് ആയിരുന്നു ഫെറ എന്ന് പറയുന്നത്. ആ റെഗുലേഷൻസ് ഒക്കെ എടുത്ത് മാറ്റി ഗ്ലോബലൈസേഷൻ സ്പീഡപ്പ് ചെയ്യാനായിട്ട് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് വന്നു. ദെൻ റാഷണലൈസേഷൻ ഓഫ് ടാരിഫ് സ്ട്രക്ചർ. അതുവരെ ഉണ്ടായിരുന്ന ടാരിഫ് സ്ട്രക്ചേഴ്സ് എല്ലാം റാഷണലൈസ് ചെയ്തു. ദെൻ ഫോർത്ത് വൺ, അബോളിഷൻ ഓഫ് എക്സ്പോർട്ട് ഡ്യൂട്ടി, റിഡക്ഷൻ ഓഫ് ഇമ്പോർട്ട് ഡ്യൂട്ടി. എക്സ്പോർട്ട് ഡ്യൂട്ടി അബോളിഷ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇമ്പോർട്ട് ഡ്യൂട്ടി റെഡ്യൂസ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതും ഗ്ലോബലൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ടാരിഫ് സ്ട്രക്ചർ റാഷണലൈസ് ചെയ്തതിൻ്റെയും എക്സ്പോർട്ട് ഡ്യൂട്ടി അബോളിഷ് ചെയ്തതിൻ്റെയും ഇമ്പോർട്ട് ഡ്യൂട്ടി റിഡക്ഷൻ ചെയ്തതിൻ്റെയും ഒക്കെ ഫലമായിട്ട്, ഫെമയുടെ പ്രവർത്തനത്തിൻ്റെയും ഒക്കെ ഫലമായിട്ട് കൂടുതൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ഫോറിൻ ട്രേഡും എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒക്കെ എന്താണ് നമ്മുടെ ഇന്ത്യയിൽ കൂടുതലായിട്ട് ഉണ്ടാവുകയും അതിൽ നിന്ന് വലിയൊരു വികസനം നമ്മുടെ ഇന്ത്യക്ക് സാധ്യമാവുകയും ചെയ്തു. New economic policy have put the Indian economy on a higher growth path. Equally important to resolve the immediate liquidity problem and to restore the economy on the path of rapid and healthy economic growth.